ഹിന്ദു പെൺമക്കൾക്ക് പൂർവിക സ്വത്തിൽ തുല്യാവകാശം എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് വിധി പ്രസ്താവിച്ചത്. ഈ വിധിയിൽ ഏറെ സന്തോഷത്തിലാണ് ഇതിന് കാരണക്കാരായ കോഴിക്കോട്ടെ സഹോദരിമാർ. കുടുംബ സ്വത്തിൽ തുല്യാവകാശം നൽകണമെന്നാവശ്യപ്പെട്ട് 2009 സഹോദരിമാർ നിയമപോരാട്ടം തുടങ്ങിയത്. ഞങ്ങൾക്ക് മാത്രമല്ല വിധിച്ചത്, കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും കൂടിയുള്ള വിധിയാണ്. ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാന വിധി ഉണ്ടാവാൻ കാരണക്കാർ കോഴിക്കോടുകാരായ 4 സഹോദരിമാരാണ്. 3 പേരാണ് എനിക്കിപ്പം ഉള്ളത്. ഒരാൾ 2018 മരണപ്പെട്ടു. 17 കൊല്ലത്തെ പോരാട്ടം കീഴ്ക്കോടതിയെ സമീപിച്ച്, പിന്നെ അവിടെയൊക്കെ ഞങ്ങൾക്ക് വിജയം കിട്ടാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. അങ്ങനെ ഹൈക്കോടതിയിലെ കേസ് എൻ്റെ ഭർത്താവ് ശ്രീ നരേന്ദ്രനാഥനാണ് കേസ് നടത്തിയിരുന്നത്. ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യും. ഈ വിധി എല്ലാവർക്കും ഉപകാരപ്രദമായല്ലോ എന്നുള്ളൊരു സന്തോഷം ആണ്. പക്ഷേ കേസ് കൂടി വിജയം നേടി, അതിലൂടെ സന്തോഷം എന്നല്ലാതെ ഉള്ളിൽ സങ്കടമുണ്ട്. എന്താണ് ഇതുപോലെ നിയമവഴി തേടാൻ സാഹചര്യം ഉണ്ടായത്? എന്തായിരുന്നു ആ കേസ് എന്നാണ്? സഹോദരനാണ് ഞങ്ങളെ ഇതിലേക്ക് എത്തിച്ച്. ഒസ്യത്ത് എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഒസ്യത്തിൽ എന്താണെന്നുള്ളത് അവൻ പറഞ്ഞില്ല. അങ്ങനെ അവസാനം നോക്കുമ്പോൾ ഒസ്യത്തിനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു ആ ഒസ്യത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾക്ക് കുളത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കുറച്ച് സ്ഥലമുണ്ട്, പിന്നെ വയലുമാണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു വേറെ ഈ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, ഞങ്ങൾ കിട്ടുന്ന വഴി നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വർത്തമാനത്തിലാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലായിട്ടൊന്നുമല്ല, ആ ഒരു വർത്തമാനത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ 4 ആൾ ഒത്തുചേർന്ന് അതിനെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ നമ്മൾ കേസിലേക്ക് പോവല്ലേ ചോദിച്ചു. അങ്ങനെ നമ്മൾ കേസിലേക്ക് പോകാൻ തീരുമാനിച്ചു. 2005 ഒരു വിധി പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വിധിയുണ്ട്. അത് പ്രകാരം ഞങ്ങൾ കേസ് കീഴ്ക്കോടതിയിലും ഫയൽ ചെയ്ത്. പക്ഷേ കീഴ്ക്കോടതിയെല്ലാം ഞങ്ങൾക്ക് എന്താ ഒരു വല്ലാത്തൊരു വിധിയെ പുറപ്പെടുവിച്ച് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്ത് ഹൈക്കോടതി പോയി. ഈ വിധിച്ച ജഡ്ജി സാറിനും ഞങ്ങൾ 1000 നന്ദി പറയാം. കാരണം ജഡ്ജി ഞങ്ങൾക്ക് മാത്രമല്ല വിധിച്ചത്, കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും കൂടിയുള്ള വിധിയാണ്. അങ്ങ് തുല്യ അവകാശം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്വത്ത് തരൂലെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ. അമ്മനോടും അച്ഛനോടും ഞങ്ങൾക്ക് സ്നേഹമില്ലായിട്ടല്ല ഓലിങ്ങനെ ചെയ്തതല്ല, ഞങ്ങൾക്ക് സങ്കടമായത്. പിന്നെ ഒരുപാട് പരിഹാസങ്ങൾ ഞങ്ങൾ കേട്ടിരുന്നു, ബന്ധുക്കളെടുത്തുനിന്നാണെങ്കിലും മറ്റുള്ളവരെടുത്തുനിന്ന്. അതൊക്കെ ഞങ്ങൾ തള്ളിയും കൊണ്ടാണ് ഈ 4 ആൾ പോരാട്ടം നടത്തി വിജയിച്ചതും. നമ്മളെല്ലാം ഒരച്ഛൻ്റെയും അമ്മൻ്റെയും മക്കളാണെങ്കിൽ തുല്യാവകാശം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇത് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും അവകാശം പെട്ടതാണെന്ന് തെളിയിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പെൺകുട്ടികളെ അവോയ്ഡ് ചെയ്യുന്ന ഈ അവസ്ഥ ഇനി കേരള ചരിത്രത്തിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല. നാളെ സഹോദരൻ എന്ത് ചെയ്യുന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതിൻ്റെ ഏത് കോട്ട് പോയാലും ഒപ്പം ഞങ്ങളും ഉണ്ടായിരിക്കും, ഒപ്പം ഞങ്ങളുടെ കേരള ജനത ഉണ്ടായിരിക്കും, സ്ത്രീകളും ഉണ്ടായിരിക്കുമല്ലോ. അത് മാത്രം മതി. ഞങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ സ്വത്തിൻ്റെ എന്തേ പ്രശ്നം ഉണ്ടെങ്കിൽ സ്ത്രീകൾ ഇറങ്ങണം. ഒരു ചരിത്ര വിജയമായതിന് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കോഴിക്കോട് മക്കടയിൽ നമ്പിടിപ്പറമ്പ് എന്ന വീട്ടിൽ നിന്നുള്ള ഈ സഹോദരിമാരാണ് കോടതിയെ സമീപിച്ച് ചരിത്രവിധി സമ്പാദിച്ചിട്ടുള്ളത്. കാലവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനമുള്ളവരാണിവർ. ഒരാൾ കൂടി ഉണ്ടായിരുന്നു, 2018 അവർ മരണപ്പെട്ടു എന്നതാണ്. കോഴിക്കോട് നിന്ന് ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.